ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും മോമോ ഓർഗാനിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്കൊരു അടിപൊളി സോപ്പ് ഉണ്ടാക്കിയാലോ. ഇന്ന് നമുക്ക് രക്തചന്ദനം വെച്ചിട്ടുള്ള സോപ്പ് ഉണ്ടാക്കാം കേട്ടോ. പക്ഷേ ഈ സോപ്പ് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത് എന്താ ചാർക്കോൾ സോപ്പാണോ എന്ന്. അല്ല കേട്ടോ, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ സോപ്പിന് ഈ കളറൊക്കെ കിട്ടിയെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഈ രക്തചന്ദനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മുഖത്ത് അരച്ച് പുരട്ടുന്നതൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ നമ്മുടെ സ്കിന്നിനൊക്കെ വളരെ ബ്രൈറ്റനിങ് നൽകാനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് സോപ്പ് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഇവിടെ നമ്മൾ എടുത്തിട്ടുള്ളത് ഗ്ലിസറിൻ്റെ സോപ്പ് ബേസ് ആണ് കേട്ടോ. അപ്പോൾ പാരബനും സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഗ്ലിസറിൻ സോപ്പ് ബേസ് ആണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ സോപ്പ് ബേസ് നല്ല രീതിയിൽ കുഞ്ഞു കുഞ്ഞു പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതേ നല്ല അടിപൊളിയായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സോപ്പ് ബേസ് എപ്പോഴും നമ്മൾ ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ മെൽറ്റായി കിട്ടും കേട്ടോ. വലിയ വലിയ പീസുകളാണെങ്കിൽ മെൽറ്റ് ആവാനായിട്ട് നമുക്ക് ടൈം എടുക്കും. അപ്പോൾ നമുക്ക് ഇതുപോലൊരു സ്റ്റീലിൻ്റെ പാത്രത്തിലേക്ക് സോപ്പ് ബേസുകളെല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ സ്റ്റീലിൻ്റെ പാത്രം വലിയ പാത്രമാണെങ്കിൽ നമുക്ക് കുറേ അധികം ഉണ്ടാക്കാം, ചെറിയ പാത്രമാണെങ്കിൽ നമുക്ക് കുറച്ചേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ സോപ്പ് ഉണ്ടാക്കാനായിട്ട് മാത്രം എടുത്തിട്ടുള്ള ഒരു പാത്രമാണ്, മാത്രമായിട്ട് വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ വേറെ നമ്മളൊന്നും ചെയ്യില്ല, സോപ്പ് തന്നെയാണ് മേക്ക് ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് സോപ്പ് ബേസ് ഡബിൾ ബോയിലിംഗ് മെത്തേഡ് വഴി മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലൊരു ചെരുവത്തിൽ നമ്മൾ വെള്ളം നല്ല പോലെ തിളപ്പിച്ചിട്ട് അതിലേക്ക് നമ്മൾ ബേസ് വെച്ചിട്ടുള്ള പാത്രം ഇറക്കി വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ രക്തചന്ദനത്തിൻ്റെ മുട്ടി. അപ്പോൾ ഇത് നമുക്ക് അരച്ചിട്ട് മുഖത്ത് പുരട്ടാം കേട്ടോ. ഇതുപോലെയുള്ള മുട്ടികൾ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ടാണ് നമ്മൾ റെഡ് സാൻഡലിൻ്റെ പൗഡർ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഇത് കാണുമ്പോൾ നമുക്ക് ഈ കളറ് നല്ല ഡാർക്ക് കളറാണ് കേട്ടോ. ഡാർക്ക് ഒരു മെറൂൺ ഷെയ്ഡാണ് വരിക. പക്ഷെ നമ്മളിത് മിക്സ് ചെയ്യുമ്പോൾ ഇതിൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ സോപ്പിൻ്റെ കളറിന് വ്യത്യാസം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതേ കണ്ടില്ലേ, ഇതിപ്പോൾ നമുക്ക് കാണുമ്പോൾ നല്ലൊരു ഡാർക്ക് റെഡ് കളറാണ് കേട്ടോ. പക്ഷെ നമുക്കത് സോപ്പിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ കളർ മാറും. അപ്പോൾ ഇതാണ് നമ്മൾ മുട്ടി പൊടിച്ച് വെച്ചിട്ടുള്ളത് കേട്ടോ. രക്തചന്ദനത്തിൻ്റെ മുട്ടി പൊടിച്ച് വെച്ചിട്ടുള്ള പൗഡറാണ് കേട്ടോ ഇത് കണ്ടില്ലേ, ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക. ഇത് നമുക്ക് ഫേസ് പാക്കൊക്കെ ആയിട്ട് ഫേസിലൊക്കെ അപ്ലൈ ചെയ്യുന്നത് വളരെ നല്ലതാണ് കേട്ടോ. ഇതിൽ നമുക്ക് പാലോ അല്ലെങ്കിൽ തൈരൊക്കെ വെച്ചിട്ട് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് റോസ് വാട്ടർ ആണ് കേട്ടോ. അപ്പം നമ്മളിവിടെ എടുത്തിട്ടുള്ളത് പൗഡർ എടുത്തിട്ടുള്ളത് ഒരു 20 ഗ്രാമാണ്. ഞാനിപ്പോൾ 2 കിലോ ആണ് സോപ്പ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ 20 ഗ്രാമോളം ഞാൻ പൗഡർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ആൽമണ്ട് ഓയിലാണ് കേട്ടോ. ആൽമണ്ട് ഓയിലൊക്കെ നമ്മുടെ സ്കിന്നിലേക്ക് വളരെ നല്ലതാണ്. പിന്നെ നമുക്ക് വെജിറ്റബിൾ ഗ്ലിസറിൻ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ വെജിറ്റബിൾ ഗ്ലിസറിനോട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആവാനും നമുക്ക് മോയ്സ്ചറായിട്ടിരിക്കാനൊക്കെ ഈ ചേർക്കുന്ന ഐറ്റംസൊക്കെ വളരെ നല്ലതാണ്. ഇനി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് വൈറ്റമിൻ ഇ ഓയിലാണ്. ഞാനിപ്പോൾ ഇവിടെ കോൺസെൻട്രേറ്റഡ് വൈറ്റമിൻ ഇ ഓയിലാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമുക്കൊരു 8 ഡ്രോപ്പോ അല്ലെങ്കിൽ 10 ഡ്രോപ്പൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ടാബ്ലറ്റൊക്കെ ആണെങ്കിൽ ഒരു 10 എണ്ണമൊക്കെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും കേട്ടോ. നല്ല പോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സോപ്പ് ബേസ് നല്ല പോലെ മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മുടെ രക്തചന്ദനത്തിന് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ മിക്സ് കേട്ടോ. നല്ല രീതിയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം, എല്ലാം കൂടിയിട്ട് കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ സോപ്പിൻ്റെ നമുക്ക് അടുപ്പിൽ വെച്ചിട്ട് തന്നെ ഇത് ചെയ്യണമെന്നില്ല, മെൽറ്റായി വന്നിട്ട് പുറത്ത് വെച്ചിട്ട് ഇത് ആഡ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. ഇനി നമുക്ക് അതിലേക്കുള്ള ഫ്രാഗ്രൻസ് ഓയിലാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ ഊതിൻ്റെ സ്മെല്ലാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഊതിൻ്റെ സ്മെല്ലിന് നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള സ്മെല്ലാണ്. നമുക്ക് ഈ സോപ്പിലേക്കൊക്കെ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതുകൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ മോൾഡിലേക്ക് ഒഴിക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ എടുത്തിട്ടുള്ളത് പിയേഴ്സിൻ്റെ 100 ഗ്രാമിൻ്റെ മോൾഡാണ്. അപ്പോൾ ഇതിലേക്കൊക്കെ നമുക്കിനി ഓരോ കരണ്ടി വെച്ചിട്ട് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ നമ്മുടെ സോപ്പ് ബേസ്. അപ്പോൾ പെട്ടെന്ന് ഒഴിക്കണം. ഇങ്ങനെ ഒഴിക്കണ കാരണം കൊണ്ട് തന്നെ നമുക്ക് സോപ്പ് കുറേ ഈ പാത്രത്തിലൊക്കെ വേസ്റ്റായി പോവും. അപ്പോൾ കട്ടിയാവണേക്കാട്ടും മുന്നേ പെട്ടെന്ന് നമുക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ സോപ്പ് ബേസ് കട്ടിയായി പോവും. പിന്നെ ഫാനൊന്നും ഇട്ടിട്ട് നമ്മൾ ഇത് ചെയ്യരുത്. ഫാനൊക്കെ ഇടുകയാണെങ്കിൽ നമ്മുടെ സോപ്പ് ബേസ് പെട്ടെന്ന് തന്നെ കട്ടിയായി പോവും. അപ്പോൾ ഫാനൊക്കെ ഓഫ് ചെയ്തതിന് ശേഷം മോൾഡിലേക്ക് ഒഴിക്കുക കേട്ടോ. അപ്പോൾ എല്ലാം ഞാൻ പെട്ടെന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് കട്ടിയായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ നമ്മുടെ സോപ്പ് ബേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാരബനും സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള പ്രീമിയം ക്വാളിറ്റി ബേസ് ആണ് കേട്ടോ. ഇപ്പോൾ ബേസുകൾക്കൊക്കെ റേറ്റ് കൂടിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് നോർമൽ ഉണ്ടായിരുന്ന റേറ്റിനെക്കാട്ടും കുറച്ചുകൂടെ കൂടിയിട്ടുണ്ട് കേട്ടോ. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്വാളിറ്റിയുടെ കാര്യത്തിൽ നമ്മൾ യാതൊരു കോംപ്രമൈസിനും തയ്യാറല്ല. പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് സോപ്പ് ഉണ്ടാക്കാൻ പറ്റുന്നത് നമ്മുടെ പാരബനും സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ബേസ് കൊണ്ടാണ്. ചിലർ പറയാറുണ്ട് സോപ്പിന് കട്ടിയില്ല അപ്പോൾ അതില്ല എന്നുള്ളതൊക്കെ. പക്ഷെ നമ്മുടെ ബേസ് അടിപൊളി ബേസാണ് കേട്ടോ. സ്കിന്നിനും വളരെ നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക. പിന്നെ ഏകദേശം ഒരു 2 മണിക്കൂർ കഴിയുമ്പോഴേക്കും നമ്മുടെ സോപ്പ് അടിപൊളിയായി കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇതിങ്ങനെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് ചാർക്കോൾ സോപ്പാണോ എന്ന്. അത്രയും കളറ് നമ്മൾ കൂടുതൽ പൗഡർ ആഡ് ചെയ്ത് പറഞ്ഞുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു കളറാണ് കേട്ടോ, ബ്ലാക്ക് കളറായിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ കളറ് വേണ്ടാന്നുണ്ടെന്ന് വെച്ചിങ്ങനെ പൗഡറിൻ്റെ അളവ് കുറച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് കവർ ചെയ്ത് വെക്കണം. അപ്പോൾ ഞാനിവിടെ ക്ലീൻ ഫിലിം വെച്ചിട്ടാണ് കവർ ചെയ്യുന്നത് കേട്ടോ. ക്ലീൻ ഫിലിം വെച്ചിട്ട് കവർ ചെയ്ത് വേറൊരു കവറിലേക്ക് കൂടെ മാറ്റും. അപ്പം ഇനി നമുക്ക് കവർ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി സോപ്പാണ്. യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് പല സോപ്പിനും പല ഗുണങ്ങളാണ്. ഇപ്പോൾ ഈ സോപ്പിനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അലോവേറ സോപ്പ് യൂസ് ചെയ്യുന്നവർക്കാണെങ്കിൽ അതായിരിക്കും കൂടുതൽ താല്പര്യം ഉണ്ടാവുക. പക്ഷെ റെഡ് സാൻഡലിനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു എന്താ പറയുക അത്രയും നല്ലൊരു സോപ്പാണ് കേട്ടോ. നിങ്ങൾ യൂസ് ചെയ്താൽ തന്നെയേ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ സോപ്പ് ഉണ്ടാക്കാനുള്ള കിറ്റ് വേണമെങ്കിൽ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ. നമ്മുടെ ഷോപ്പ് വരുന്നത് തൃശ്ശൂർ വരടിയത്താണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ കൊറിയർ വഴി അയച്ചു തരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാം. ഇതുപോലെ നല്ല നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ടാണ് നമുക്ക് ഇതുവരെ എത്താനുള്ള വിജയത്തിന് കാരണം തന്നെ. അപ്പോൾ എല്ലാവരും ലൈക്കും അതുപോലെ തന്നെ കമൻറ്റൊക്കെ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.